അപ്പോൾ ഇതൊക്കെ വെറുതെ പറയാണ് കേട്ടോ. പബ്ലിക്കിൽ നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്താൽ പിന്നെ കായ കുറയും, അല്ലെങ്കിൽ കായൊക്കെ ചാടിപ്പോവും, കണ്ണേറ് അങ്ങനെയൊക്കെ പറ്റുന്നൊക്കെ വെറുതെ പറയാണ്. കാരണം ഞാനിതിപ്പോൾ ഇത് 3-ാമത്തെ വർഷമാണ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇന്നൊരു അടിപൊളി ദം ബിരിയാണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് എൻ്റെ ഫാമിലിയിൽ എൻ്റെ അനിയത്തിയും കുട്ടികളും എൻ്റെ ഉമ്മയും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ദം ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ചുകൊണ്ട് വെക്കാനുണ്ടായിരുന്നു. അരി തിളപ്പിച്ച് വെക്കുന്നത് ഈ കലത്തിലാണ്. അപ്പോൾ വെള്ളം തിളപ്പിച്ച് വെച്ചാൽ പിന്നെ നമുക്ക് മസാല തയ്യാറാക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും, ഇതവിടെ വാങ്ങി വെക്കും. പിന്നെ വേഗം ഉണ്ട് അരി തിളപ്പിച്ച് ഊറ്റിയിടാനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഇതാ അടിപൊളിയായിട്ട് പൊരിക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും നാരങ്ങ നീരൊക്കെ കുഴച്ചിട്ട് ചിക്കൻ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പൊരിക്കുന്നത്. ബിരിയാണി ദമ്മിടാനുള്ള ചെമ്പുവെട്ടിയിൽ തന്നെയാണ് കേട്ടോ ചിക്കൻ ഞാൻ പൊരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലിയൊക്കെ പറയും, നീ ബിരിയാണി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്, ഇടയ്ക്കിടനോട് ബിരിയാണി ഉണ്ടാക്കാൻ പറയും. അപ്പം എന്നാൽ ബിരിയാണി ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ടോ. എമ്മിക്കുട്ടന് മോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഞാനിതാ ചിക്കൻ ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. നമ്മൾ ചിക്കൻ ഇങ്ങനെ പൊരിച്ചെടുത്ത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചിക്കന് ഉടഞ്ഞ് കിട്ടൂല കേട്ടോ. ഉടയാതെ നല്ല എന്നാൽ സോഫ്റ്റ് ആവുകയും ചെയ്യും, നല്ല ടേസ്റ്റ് ആവും, ഉടഞ്ഞ് കേട് വരില്ല. ഇനി നമുക്ക് ഈ ചിക്കൻ പൊരിച്ചിട്ടുള്ള ഈ ഓയിലുണ്ടല്ലോ, ഈ ഓയിലിൽ നിന്ന് നമുക്ക് ബിരിയാണിക്കുള്ള മസാല അതിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. തക്കാളിയും ഉള്ളിയും ഇതുപോലെ ചതപ്പുകളും കാര്യങ്ങളും കണ്ടോ, ഇത്രയും മസാല ഗരം മസാല ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അത് ചതക്കണ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ മസാല നമ്മുടെ എന്താ പറയുക, കറുകപ്പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, തിപ്പല്ലി അല്ല തക്കോലം, ഞാൻ എപ്പോഴും തിപ്പല്ലി എന്ന് മാറ്റി പറയട്ടോ. അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞപ്പോൾ ആ ചട്ടിയിൽ നിന്ന് ഞാൻ സവാളയും തക്കാളിയും ചതപ്പുകളൊക്കെ വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് പച്ചമുളകൊക്കെ ചതക്കണ കൂട്ടത്തിൽ തന്നെ ഞാൻ ഗരം മസാല ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ, അതും കൂടെ ഞാൻ അതിൽ പൊടിച്ച് നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, പിന്നെ ഈ ഉള്ളിയും തക്കാളിയൊക്കെ വാടി കഴിയുമ്പോൾ അതും കൂടെ ഇതിലിട്ട് നല്ലോണം വാട്ടിയിട്ട് നമ്മൾ മസാല കൂട്ടി വെച്ച ചെമ്പട്ടിയിൽ ഇട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ദം ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, ചതച്ചിട്ടുള്ള സംഭവങ്ങളും പൊടികളും എല്ലാം ഈ പ്ലേറ്റിലുണ്ട്. ഇതൊക്കെ ഞാനിതിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നല്ലോണം അങ്ങോട്ട് ഇളക്കി മറിച്ച് അതിൻ്റെ പച്ച ചുവയൊക്കെ മാറുന്നത് വരെ ഇളക്കിയതിന് ശേഷം വേണം നമുക്കിത് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാനും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബിരിയാണി അപ്പോൾ എന്താ പറയുക, മല്ലിച്ചപ്പ്, പുതിന ഇതൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം എന്നിട്ട് വാട്ടി വഴറ്റി നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടും. അതിലേക്ക് ഇട്ടിട്ട് തൈരും നാരങ്ങ നീരും ഉപ്പൊക്കെ പാകത്തിന് ഇട്ടിട്ട് ഈ മസാലയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി മറിച്ച് ഇതങ്ങോട്ട് യോജിപ്പിച്ച് വെച്ചിട്ട് വേണം നമ്മുടെ ചോറ്, അതായത് പച്ചരി. ഞാൻ എപ്പോൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള അരി തന്നെ വാങ്ങും കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള അരി നോക്കി വാങ്ങിയാൽ ചോറ് നന്നാവും, നല്ല ടേസ്റ്റും. ക്വാളിറ്റി ഉള്ള അരി എന്ന് പറയുമ്പോൾ അത് വാസനിക്കുമ്പോൾ തന്നെ ഒരു ബിരിയാണീൻ്റെ വാസന ഉണ്ടാവും കേട്ടോ. പല പേരിൽ ആ അരി ഉള്ളതാണ്. അപ്പോൾ അതാ ഞാൻ ആ അരി തന്നെ വാങ്ങണം. അപ്പോൾ എൻ്റെ പേര് ഇപ്പം എന്തോ ഞാൻ മറന്നുപോയി. അപ്പോൾ അതാ നമ്മളെ വെള്ളത്തേക്ക് ഞാൻ ഈ അരി കഴുകി വാരിയിട്ട് കൊടുക്കുകയാണ്. തിളച്ച് ഒരു 1/4 ഭാഗം വെന്ത് കിട്ടുമ്പോൾ ഈ ചോറ് ഊറ്റിയിട്ട് നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ അതെൻ്റെ അനിയത്തി ഉമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ബിരിയാണി കഴിക്കാൻ. അപ്പോൾ അവർ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോവാത്ത ദിവസങ്ങളിലാണ് ഇങ്ങനെയുള്ള ബിരിയാണിയൊക്കെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതാ മസാലയൊക്കെ ഞാൻ പാകമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ചോറ് നേരെ ഊറ്റിയിട്ട് ഈ ഇറച്ചിൻ്റെ മുകളിൽ തന്നെയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അതാണ് നമ്മുടെ സ്പെഷ്യൽ ബിരിയാണിയുടെ ഗുട്ടൻസ്. ഇങ്ങനെ ആരും ഉണ്ടാക്കലുണ്ടോ എനിക്കറിഞ്ഞൂടാ, ഉണ്ടാക്കലുണ്ട്, പക്ഷെ ഞാനിങ്ങനെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ വെന്ത് കഴിയുമ്പോൾ ചോറ് മോളോടും കോരി ഇട്ടിട്ട് ഇറച്ചിയൊക്കെ ഇന്ന് മാറ്റിയിട്ട് ആ മസാലയിൽ കൂടെ ഇട്ട് ചോറണ്ട് ഇളക്കും. അപ്പോൾ ആ ചോറിനൊരു പ്രത്യേക ടേസ്റ്റാവും കേട്ടോ. അപ്പോൾ 1/4 ഭാഗത്തോളം വെന്ത ചോറ് പിന്നെ ഇങ്ങനെ പാത്രത്തിൽ എന്താ പറയുക ഇതിൻ്റെ മുകളിലേക്ക് ഊറ്റിയിട്ട് കൊടുത്തിട്ട് ശുദ്ധമായിട്ടുള്ള നല്ല നാടൻ നെയ്യ് 2-3 ടീസ്പൂണ്
ഇതിൻ്റെ മുകളിലേക്ക് കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ ഞാൻ, നല്ല മിൽമൻ്റെ നെയ്യ്. അപ്പോൾ ഞാൻ പറഞ്ഞു മസാലയൊക്കെ ഞാൻ, അതായത് ചിക്കനിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ചോറ് ഭാഗം വാരി കോരി വെച്ചിട്ട് ചിക്കൻ അതിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ആ ചിക്കൻ്റെ മസാലയിൽ കൂടെ ചോറിട്ട് ഇളക്കുമ്പോഴാണ് ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാകുക. അങ്ങനെ ചോറ് റെഡിയായപ്പോൾ ഞാൻ കുറച്ച് പപ്പടം കൂടി പൊരിച്ചെടുക്കാൻ വിചാരിച്ചു. കുഞ്ഞാണിയാക്കാക്ക് ബിരിയാണി ആണെങ്കിലും പപ്പടം ഇഷ്ടമാണ്. പപ്പടം പൊരിച്ചിട്ടില്ലെങ്കിൽ എന്നെ കൊണ്ട് പൊരിപ്പിക്കും. അപ്പോൾ അതിന് വേണ്ടി പപ്പടം പൊരിക്കുകയാണ് കേട്ടോ ഞാൻ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഭക്ഷണം ഇരുന്ന് കഴിച്ചു. ഞങ്ങളിവിടെ നമ്മുടെ കുഞ്ഞു സ്വർഗം എല്ലാ സൈഡും പൊളിച്ചിട്ട് മുകൾ ഭാഗം കൂടി ഉള്ളു പൊളിക്കാനിട്ട്. അത് പൊളിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പൊളിക്കാൻ സമയം കിട്ടണം, ക്യാഷും റെഡി ആവണം, എന്നിട്ട് വേണ്ട ഇവിടെ നമുക്ക് അടുക്കള ഉണ്ടാക്കണമെങ്കിൽ. അപ്പം ഉമ്മയൊക്കെ ചോറിന്ന് കഴിയാനായിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടുന്ന് ചോറിന്ന് കഴിയാനായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം ഞാൻ ടെറസിൻ്റെ മുകളിൽ കുറച്ച് കടുകൊക്കെ ഉണക്കി വെച്ചാൽ എന്താണെന്നറിയോ, കേട് വരില്ല. കടുകൊക്കെ 1 കിലോ വാങ്ങി എനിക്ക് കുറേ കാലം ഉപയോഗിക്കാനുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ചക്കയൊക്കെ ഉണക്കാനുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ടെറസിൻ്റെ മുകളിൽ. അപ്പം ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് എൻ്റെ മാവുമുള്ള മാങ്ങയാണ്. പിന്നെ പല കമൻറ്റിലും പറഞ്ഞിരുന്നു, പിന്നെ എന്നോട് താത്താങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ പിന്നെ കായ പറ്റ കുറയും, പിന്നെ അങ്ങനെയാവും ഇങ്ങനെയാവും പോട് കായവും, പിന്നെ എല്ലാവരുടെ കണ്ണും നാവും ഒരുപോലെ ആവില്ല എന്നൊക്കെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഞാൻ ഇത്രയും കാലമായിട്ടും ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് കൂടുതൽ മാങ്ങ ഉണ്ടാകുക എന്നല്ലാതെ പിന്നെ കുറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ വെറുതെ പറയുകയാണ് കേട്ടോ. കാരണം ഓരോ പ്രാവശ്യം ഉണ്ടാകുമ്പോൾ കൂടുതൽ ഉണ്ടായി വരികയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പറയുന്ന കേട്ടിട്ടില്ലേ, നമുക്കുണ്ടാണ് ഇന്ന് ആർക്കെങ്കിലും കൊടുത്താൽ അത് കൂടുതലായിട്ട് നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. അത് ഒരു സത്യമാണ്. അപ്പോൾ ഈ മൂച്ചിമ്മന്ന് ഒരുപാട് മാങ്ങ കണ്ണിമാങ്ങ ആകുമ്പോഴേ പൊട്ടിച്ചെടുക്കാൻ തുടങ്ങിയതാണ്. എന്നിട്ട് പോലും ഇപ്പോഴും നമ്മളെ മാവിൽ നിറച്ച് മാങ്ങ എന്ന് പറയും പോലെ തന്നെ ഉണ്ട്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ എല്ലാ ഇലകളുടെ ഉള്ളിൽ കൂടെയും കൊലകളുണ്ട് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാ, പിന്നെ ടെറസിൻ്റെ വീട് കയറ്റിയപ്പോഴേ ഞാൻ കുഞ്ഞാണിയാക്കാനോട് പറയും, എനിക്ക് ടെറസുമെന്ന് മാങ്ങ പറിക്കണം. അതിന് അതുപോലെ തന്നെ ഈ മാവ് ഇങ്ങോട്ട് ടെറസിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് വരിക ചെയ്തത് കണ്ടോ, ഇങ്ങോട്ട് വരിക ചെയ്തത്. കാരണം ആ തലക്കെ ഒരു ചെറിയൊരു കൊമ്പായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഒന്ന് നോക്കി, പിന്നെ ഈ കഴുങ്ങുണ്ടല്ലോ, ഈ കഴുങ്ങിൻ്റെ അവിടെയാണ് അതിൻ്റെ മുരട്. അവിടുന്ന് ഇങ്ങോട്ട് പന്തലിച്ചിങ്ങോട്ട് ഇവിടം വരെ മാവ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഏത് നിമിഷവും പൊട്ടി വീഴാൻ സാധ്യത ഉണ്ട്. പക്ഷെ പൊട്ടി വീഴണീന് കുഞ്ഞാണിയൊക്ക ഇവിടെ നിറച്ച് മാങ്ങയല്ലേ, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മുട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുളക്കമ്പുകൊണ്ട് ഒരു മുട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ മുറ്റത്തുനിന്ന് താഴെ മുറ്റത്തുനിന്ന് ഇവിടുന്ന് കാണുമെന്ന് അറിയില്ല, അവിടുന്ന് ഒരു മുട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് ഒരു കോല് കണ്ടോ മുളൻ്റെ അതവിടെ താങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൊമ്പ് എന്ന് പറയുകയാണെങ്കിൽ ആ തലക്കെന്നാണ് വന്നിട്ടുള്ളത്. ഈ കൊമ്പിൻ്റെ തലയാണിത്. സത്യത്തിൽ ഈ മാവ് മുറിച്ചിട്ട് പിന്നെ തെഴുത്ത് വന്നതാണ് കേട്ടോ. കാരണം വീടിന് ഭീഷണിയായെന്നു മുറിച്ചതാണ്. അപ്പോൾ അതിലെങ്ങനെ ഈ കൊമ്പാണ് കണ്ടോ, ഈ കൊമ്പ് ഇങ്ങനെ വന്നിട്ട് ആ തലക്കാണ് ഇതിൻ്റെ മുരട് എന്ന് പറയുന്നത്. മുരട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ മുരട് ഇവിടുന്ന് ഇങ്ങനെ ഈ മുരട് കണ്ടോ, ചെറിയൊരു തൈയാണ്. ഇതിമെന്ന് ഇങ്ങനെ ഈ കൊമ്പും ഇങ്ങനെ വന്നിട്ട് നമ്മുടെ പറമ്പിൽ കൂടെ തന്നെ, അപ്പുറത്തേക്ക് വേറെയാണ്, നമ്മളെ പറമ്പിൽ കൂടെ തന്നെ ഇങ്ങനെ പന്തലിച്ച്. അപ്പോൾ പടച്ചോൻ്റെ എന്താ പറയുക, ഒരു അനുഗ്രഹം, അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് കുഞ്ഞാണിയാക്കാനോട് ഇങ്ങനെ പറയും, ടെറസിൻ്റെ മുകളിൽ നിന്ന് മാങ്ങ പറിക്കണം, അതിന് ആഗ്രഹമാണ്, അങ്ങനെ ആഗ്രഹമാണ് പറയും. അതിനിപ്പോൾ എന്ന് മാവ് പിന്നെ എന്ന് പറിക്കാനറിയുന്നത്. അപ്പോൾ വീട് പണി ഇങ്ങോട്ട് കഴിഞ്ഞ് വാർക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മുടെ മാവ് പെട്ടെന്ന് വലുതായതും കൊമ്പും ചില്ലയുണ്ടായതും ഇതുപോലുള്ള മാങ്ങകൾ ഉണ്ടായതും. അപ്പോൾ കുറേ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് തങ്ങൾ വീഡിയോയിൽ കൂടെ ഇങ്ങനെ കാണിക്കരുത്, അപ്പോൾ നമുക്കത് പറ്റൂല, അത് എല്ലാവരും ഒരേപോലെ ആവില്ല, നിങ്ങൾ കാണിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. മക്കളെ എനിക്കിപ്പോൾ ആ ഒരു വിശ്വാസം തന്നെ ഇല്ലാണ്ടായിക്കണ്. കാരണം ഞാൻ അന്ന് മുതലേ എനിക്കത് ഉണ്ടായത്, എനിക്കതെന്തോ എല്ലാവരോടും വിളിച്ച് പറയാനുള്ളൊരാഗ്രഹമാണ്. കാരണം എൻ്റെ ഫാമിലിയിലൊക്കെ ഞാൻ പറഞ്ഞത് എനിക്ക് ആഗ്രഹമാണ്.
ടെറസിൻ്റെ മുകളിൽ നിന്ന് മാങ്ങ പറിക്കണം എന്ന ആഗ്രഹമാണ് പറഞ്ഞതെന്ന്. മാഷാ അല്ലാ അതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി പഴുത്തിട്ട് വേണം എനിക്ക് കൊടുക്കാത്ത ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ പഴുക്കാനായിട്ടുണ്ട്. ഇത് വലിയ മാമ്പഴമാവും, ഒരുപാട് പഴുക്കാനാകുമ്പോഴത്തേനും വലുതാവും. അപ്പോൾ ഇത് ഏറ്റവും ചെറുതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോൾ ആ വീഡിയോ ചെറുതായപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാം ഇതൊക്കെ എന്താ പറയുക കാണിച്ചു തന്നതാണ്. എൻ്റെ ഒരു സന്തോഷം നിങ്ങളിൽ ഒന്ന് പങ്കുവെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്, സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.